ഹായ്, വെൽക്കം ടു ബീമോൺ വിത്ത് മീ. ഇന്നൊരു യാത്രയാണ് രാജ്യതലസ്ഥാനമായ അബുദാബിയിലോട്ട്. കാഴ്ചകളെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളുമായി നമുക്കൊരുമിച്ച് യാത്ര പോവാം. മിഡിൽ ഈസ്റ്റിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തിൻ്റെ 7 എമിറേറ്റ്സുകളിലൊന്നും രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരവുമായ അബുദാബിയിലെ ദ ഖസർ അൽ വത്തൻ അഥവാ ദ പ്രസിഡൻഷ്യൽ പാലസ് ആണ് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യസ്ഥാനം. പേർഷ്യൻ ഉൾക്കടലിൻ്റെ തെക്കേ തീരത്ത് ഖത്തർ ഉപദ്വീപിനും ഹോർമൂസ് കടലിനും ഇടയിലാണ് അബുദാബി സ്ഥിതി ചെയ്യുന്നത്. തെക്കും പടിഞ്ഞാറും അതിർത്തികൾ സൗദി അറേബ്യയുമായും, കിഴക്കേ അതിർത്തി ഒമാനുമായും, വടക്കു കിഴക്ക് അതിർത്തി ദുബായുമായും അതിർത്തി പങ്കിടുന്നു. രാഷ്ട്രഭാഷ അറബിക് ആണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ ഇവിടെ വസിക്കുന്നതിനാൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മലയാളം, തമിഴ്, ബംഗാളി എന്നീ എല്ലാ ഭാഷകളും പൊതുവെ ഉപയോഗിച്ചു വരുന്നു. ജൂതമതം ഒഴികെ മറ്റെല്ലാ പ്രധാന മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യവും ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. മറ്റു 6 എമിറേറ്റുകളുടെയും മൊത്തം വിസ്തീർണത്തിൻ്റെ 6 മടങ്ങ് വ്യാപ്തിയാണ് അബുദാബിക്കുള്ളത്. രാജ്യത്തിൻ്റെ 75% വിസ്തൃതി ഉള്ളതുകൊണ്ട് തന്നെ അബുദാബി എമിറേറ്റ്സിനെ 3 പ്രധാന റീജിയനുകളായി തരംതിരിച്ചിരിക്കുന്നു. അബുദാബി നഗരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളുമാണ് ഒന്നാമത്തെ ഭാഗം. അബുദാബി നഗരത്തിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള ഈസ്റ്റേൺ റീജിയൻ അറിയപ്പെടുന്നത് അല്ലൈൻ എന്ന പേരിലാണ്. അബുദാബി നഗരത്തിൽ നിന്ന് 215 കിലോമീറ്റർ അകലെയുള്ള അൽ ദഫ്രയാണ് വെസ്റ്റേൺ റീജിയൻ. മൂന്ന് റീജിയനുകളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ അബുദാബിയിലാണ്. അബു എന്നാൽ അറബിയിൽ ഫാദർ എന്നാണ്. ദാബി എന്നാൽ ഗസല്ലെ, അത് മാൻവർഗത്തിൽപ്പെട്ട ഒരു ചെറുമാനാണ്. ആദ്യകാലങ്ങളിൽ ഇവയെ ഈ പ്രദേശത്ത് കൂടുതൽ കണ്ടതുകൊണ്ടാകാം ദ ഫാദർ ഓഫ് ഗസല്ലെ എന്ന് അബുദാബിയെ നാമകരണം ചെയ്തത്. 1971 UAE പിറവിയെടുത്തതു മുതൽ രാജ്യ തലസ്ഥാനമായി വർത്തിക്കുന്നത് അബുദാബി നഗരമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ വരുമാനത്തിൻ്റെ 3/4 പങ്കും നേടിക്കൊടുക്കുന്നത് അബുദാബിയാണ്. 1761 അബുദാബി മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നായാട്ടിനായി വന്ന ബദു വംശജരാണ് ജലസാന്നിധ്യമുള്ള ആ പ്രദേശം ആദ്യമായി കാണുന്നത്. ഉഷ്ണകാലങ്ങളിൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാറുണ്ട്. വർഷത്തിൽ 10 ദിവസത്തോളം മാത്രമാണ് മഴ ലഭിക്കാറ്. ഭൂഗർഭജലത്തിൻ്റെ 90% ഉപ്പിൻ്റെ അംശമുള്ളതാണ്. എന്നിട്ടും കോടിക്കണക്കിന് വരുന്ന സ്വദേശികളും വിദേശികളുമായ ജനങ്ങൾക്ക് കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള വലിയ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഇവിടുത്തെ അധികാരികൾ ശുദ്ധജലമെത്തിക്കുന്നു. 1958 അബുദാബിയിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. UK, ഫ്രാൻസ്,
ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കു കൂടി ഭാഗികമായി ഉടമസ്ഥാവകാശമുള്ള അബുദാബി മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയാണ് എണ്ണ ഉൽപാദനത്തിന്റെ മുഖ്യ പങ്കുവഹിക്കുന്നത്. എണ്ണ വിപണനത്തിലൂടെ സ്വരൂപിക്കപ്പെടുന്ന മൂലധനത്തിലെ നല്ലൊരു പങ്ക് കാർഷിക വികസനത്തിനും വ്യവസായവൽക്കരണത്തിനും വിനിയോഗിക്കുക എന്ന UAE നയം അബുദാബി എമിറേറ്റിന് ഏറെ ഗുണം ചെയ്യുന്നു. പെട്രോളിയത്തെ മാത്രം ആശ്രയിച്ചുള്ള സമ്പദ്ഘടനയിൽ നല്ലൊരു മാറ്റം ലക്ഷ്യമാക്കി വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നതിൻ്റെ ആദ്യപടിയായി പ്രകൃതിവാതകം ഇന്ധനമാക്കി ഒരു വൻകിട താപവൈദ്യുത നിലയം അബുദാബി നഗരത്തിൽ ആരംഭിച്ചു. ഇവിടെ നിന്നുള്ള വൈദ്യുതി ആഭ്യന്തര ഉപയോഗത്തിന് പര്യാപ്തമാവുന്നതിനു പുറമെ അയൽ രാജ്യങ്ങൾക്ക് വിപണനം ചെയ്യാനും ഉപയോഗപ്പെടുത്തുന്നു. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അഥവാ അഡ്നോക്കിന്റെ കീഴിലാണ് പ്രധാന പെട്രോളിയം അനുബന്ധ വ്യവസായങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. വിവിധ രാജ്യങ്ങളിലോട്ട് നിരന്തരം സേവനങ്ങൾ നടത്തുന്ന എത്തിഹാദ് എയർവേസ് അബുദാബി എമിറേറ്റ്സിൻ്റെതാണ്. 2010 മുതൽ 2017 വരെയുള്ള 7 വർഷങ്ങളെടുത്ത് നിർമ്മിച്ച ഖസർ അൽ വത്തൻ ദ പാലസ് ഓഫ് നേഷൻ സന്ദർശിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. UAEയുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദാണ് കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറക്കാൻ തീരുമാനിച്ചത്. പൈതൃകം എന്നതിലുപരി അറേബ്യൻ മേഖലയുടെ പാരമ്പര്യത്തിനും കലയ്ക്കും സംസ്കാരത്തിനുമുള്ള കേന്ദ്രം കൂടിയാണ് ഈ കൊട്ടാരം. കൊട്ടാരം സന്ദർശിക്കാനായി ഓൺലൈനിലൂടെ മുൻകൂറായി ടിക്കറ്റ് എടുത്ത സന്ദർശകർക്ക് ഈ വിസിറ്റേഴ്സ് ഗേറ്റിലൂടെ പ്രവേശിക്കാം. വിസിറ്റേഴ്സ് ഗേറ്റിൽ നിന്ന് സന്ദർശകരെ കൊട്ടാരത്തിനരികിലെത്തിക്കാൻ ബസ്സുകളുണ്ട്. കൊട്ടാരവളപ്പിലൂടെ സഞ്ചരിക്കുന്ന ബസ്സിലിരുന്ന് ഒരു മനോഹരമായ വെള്ളക്കൊട്ടാരത്തിൻ്റെ വിദൂര ദൃശ്യം നമുക്ക് ആസ്വദിക്കാം. കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് UAE രൂപവൽക്കരണത്തെക്കുറിച്ചും ഭരണനിർവഹണത്തെക്കുറിച്ചും അറിവ് നൽകുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ ഖസർ അൽ വത്തൻ ലൈബ്രറിയിലേക്കും സന്ദർശകർക്ക് പ്രവേശനാനുവാദമുണ്ട്. UAEയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം പറയുന്ന പുസ്തകങ്ങളുടെ വൻ സമാഹരണമാണ് ഇവിടെയുള്ളത്. കരകൗശല വസ്തുക്കളാൽ കൊട്ടാരം സമ്പന്നമാണ്. വിവിധ രാജ്യ നേതാക്കൾ രാജ്യം സന്ദർശിക്കുമ്പോൾ വിരുന്നൊരുക്കുന്നത് ഈ കൊട്ടാരത്തിലാണ്. ഈ അടുത്ത് രാജ്യം സന്ദർശിച്ച പോപ്പ് ഫ്രാൻസിസിനെയും സ്വീകരിച്ചത് ഈ കൊട്ടാരത്തിൽ വെച്ചാണ്. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ദ ഗ്രേറ്റ് ഹാൾ എന്നറിയപ്പെടുന്ന സെൻട്രൽ ഹാളിലോട്ടാണ്. ദി ഗ്രേറ്റ് ഹാളിലെ മുഖ്യ ആകർഷണം ഈ വലിയ ഡോമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കുബ്ബ ഗോപുരങ്ങളിൽ ഒന്നാണ് ഇത്. ചുമരിൽ കാണുന്ന ഈ ചിത്രങ്ങളെല്ലാം പെയിന്റുകൾ കൊണ്ടല്ല ചെയ്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് മാർബിൾ കൊണ്ട് തന്നെയാണ്. മുഴുവനായും
മാർബിൾ കൊണ്ട് നിർമ്മിച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു കൊട്ടാരം. $2 ബില്യൺ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിനായി ചെലവാക്കിയത്. ക്യാബിനറ്റ് യോഗങ്ങൾക്കും വിവിധ കൗൺസിൽ യോഗങ്ങൾക്കും ശേഷം പ്രധാന തീരുമാനങ്ങൾ അറിയിക്കാനുള്ള പ്രസ് കോൺഫറൻസ് ഹാളാണിത്. ഈ കാണുന്ന തൂണുകളെല്ലാം സിമന്റോ മറ്റോ ഉപയോഗിക്കാതെ ഒറ്റ മാർബിളിലാണ് നിർമ്മാണം. ഓരോ ചെറിയ മാർബിൾ കഷ്ണം കൊണ്ട് ചുമരിൽ കാണുന്ന ഈ ചിത്രങ്ങളെല്ലാം വരക്കാൻ എത്രയോ സമയമെടുത്ത് കാണണം. UAE ക്യാബിനറ്റിൻ്റെയും ഫെഡറൽ സുപ്രീം കൗൺസിലിൻ്റെയും യോഗങ്ങൾ നടക്കുന്ന ഹാളാണിത്. ഹാളിലാകെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ശബ്ദം അലയടിക്കുന്നു. ഈ ഹാളിലെ ഏറ്റവും വലിയ ആകർഷണം ഒരു വലിയ ഡോമും അതിൽ തൂങ്ങി നിൽക്കുന്ന വലിയൊരു ഷാൻഡിലിയറുമാണ്. ഏകദേശം 3.5 ലക്ഷം ക്രിസ്റ്റൽ കൊണ്ടാണ് 11 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഈ ഷാൻഡിലിയർ നിർമ്മിച്ചിട്ടുള്ളത്. 12 ടൺ ഭാരമുള്ള ഈ ഷാൻഡിലിയറിന് 3 തട്ടുകളും അതിലോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസും ഒരാൾക്ക് ഇറങ്ങി ജോലി ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സാഹിദ് അൽ നഹിയാൻ, വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ക്രൗൺ പ്രിൻസ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവരുടെ ഔദ്യോഗിക ഓഫീസുകൾ ഇവിടെയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഡിപ്ലോമാറ്റിക് ഗിഫ്റ്റുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ ഇത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിലമതിക്കാനാകാത്ത മനോഹരമായ കരകൗശല വസ്തുക്കൾ. നാണയങ്ങളും മെഡലുകളും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിശുദ്ധ ഖുർആനും വിശുദ്ധ കഅബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്ന പെട്ടിയും. ഏതോ രാജ്യം സന്ദർശിച്ചപ്പോൾ ലഭിച്ച ആ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ വസ്ത്രങ്ങളാണ് ഇത്. കൊട്ടാരത്തിലെ ഡൈനിങ് ഏരിയ. ഇവിടുത്തെ ഓരോ പാത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്.
നിലത്ത് കാണുന്ന ബ്രൗൺ നിറം മരുഭൂമിയെയും വെള്ള നിറം സമാധാനത്തെയും ലൈറ്റ് ബ്ലൂ ആകാശത്തെയും ഡാർക്ക് ബ്ലൂ കടലിനെയും സൂചിപ്പിക്കുന്നു. ധനമെന്നാൽ അത് പണമോ എണ്ണയോ അല്ല, ആളുകൾ തന്നെയാണ് ധനം. അതുകൊണ്ട് ആളുകൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് മൂല്യവുമില്ല എന്ന ഷെയ്ഖ് സായിദിൻ്റെ വചനങ്ങൾ ഇവിടെ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ ഇസ്ലാമിക് ആർക്കിടെക്ചറും പുതിയ ഇസ്ലാമിക് ആർക്കിടെക്ചറും കൂടിച്ചേർത്താണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. ഇന്ത്യയിലെ പല കൊട്ടാരങ്ങളും സന്ദർശിക്കുന്ന സന്ദർശകർക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ലഭിക്കും. സ്വതന്ത്രമായി കൊട്ടാരം ചുറ്റിക്കാണാനും ആവശ്യമുള്ളത് ക്യാമറയിൽ പകർത്താനും കഴിയും. ദി ഗ്രേറ്റ് ഹാളിൻ്റെ ഈസ്റ്റേൺ വിങ് ഹൗസ് ഓഫ് നോളേജ് ആണ്. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അറേബ്യൻ നാട്ടുവൈദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ നൽകുന്നു. അന്ന് സർജറിക്കായി ഉപയോഗിച്ചിരുന്ന സർജിക്കൽ ടൂൾസിൻ്റെ ചിത്രങ്ങളും. പരമ്പരാഗതമായ അറബിക് വാദ്യോപകരണങ്ങൾ. ദി ഗ്രേറ്റ് ഹാളിൻ്റെ വെസ്റ്റേൺ വിങ് സ്പിരിറ്റ് ഓഫ് കൊളാബറേഷൻ. അവിടെയാണ് നമ്മൾ നേരത്തെ സന്ദർശിച്ച ഒഫീഷ്യൽ ഹാളുകളെല്ലാം ഉള്ളത്. കൊട്ടാരത്തിനുള്ളിലെ വാഷ്റൂം വരെ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഉള്ളിലെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ സന്ദർശന ഓർമ്മക്കായി എന്തെങ്കിലും വാങ്ങി സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. എമിറേറ്റ്സ് പാലസ് ഹോട്ടലിനടുത്തായി റാസ് അൽ അക്താർ ഉപദ്വീപിലാണ് 150 ഹെക്ടർ സ്ഥലത്ത് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. സന്ധ്യയ്ക്ക് UAEയുടെ ഭൂത ഭാവി വർത്തമാനകാലം പറയുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കൊട്ടാരമുറ്റത്ത് നടക്കുന്നുണ്ട്. അതിനായുള്ള കാത്തിരിപ്പാണ് ഇനി.
you enjoyed the show. Qasr al-Watan is now closed. Please make your way to the buses at the Zayed gate for exit. For your comfort, സ്ഥിരമായല്ലാതെ തികച്ചും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ ഇത്രത്തോളമാണെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലയിലോട്ട് തിരിച്ചു മടക്കയാത്ര. നമുക്കിനിയും കാണാം. അതുവരെ ഗുഡ് ബൈ.